ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻഹേലറുകളെ കുറിച്ചാണ്. ഇൻഹേലറുകൾ എന്ന് പറയുന്നത് ചികിത്സയിൽ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു മരുന്നുകളാണ്. ഇൻഹേലർ വലിച്ചിട്ടുണ്ടെങ്കിൽ അടിമത്തം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കത് നിർത്താൻ പറ്റില്ല. അങ്ങനെയുള്ള പല പല തെറ്റിദ്ധാരണകൾ ഇൻഹേലറിനെ പറ്റിയുണ്ട്. പിന്നെ ഒന്നാണ് ഇൻഹേലർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചികിത്സിച്ച് പഴക്കം ചെന്ന അസുഖമാണെങ്കിലാണ്, അല്ലെങ്കിൽ വേറെ ചികിത്സാ രീതികൾ ഒന്നുമില്ലെങ്കിലാണ് നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കുക. ഇനി ഇൻഹേലർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻഹേലറുകൾ നമ്മൾ ഉപയോഗിക്കുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ആസ്മ, COPD എന്നീ അസുഖങ്ങൾക്കാണ്. ആസ്മ, COPD എന്നീ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് ആസ്മയിലും COPDയിലും സംഭവിക്കുന്നത് നമുക്ക് പറയാം. ശ്വാസകോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോഞ്ച് പോലെയുള്ള ഒരു അവയവമാണ്. അതായത് അതിൽ കുറെ എയർ നിറഞ്ഞിട്ടുള്ള അറകളുണ്ട്. അത് കൂടാതെ ശ്വാസകോശത്തിലേക്ക് വായു എത്തിക്കുന്നത് ശ്വസന നളികകളാണ്. ശ്വസന നളികകൾ എന്ന് പറഞ്ഞാൽ പൈപ്പ് പോലെയുള്ള ഒരു കുഴലാണ്. അകവശം പൊള്ളയായിട്ടുള്ള ഒരു കുഴലാണ്. ഇനി സാധാരണ ഈ പൈപ്പും സ്പോഞ്ചും ഒക്കെ തമ്മിൽ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് ശ്വാസകോശത്തിനുള്ളത്? ശ്വാസകോശം അല്ലെങ്കിൽ ശ്വസന നളികകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനുള്ള ടിഷ്യൂകൾ കൊണ്ട്, ജീവനുള്ള കലകൾ കൊണ്ടും കോശങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് സാധാരണ കുഴലുകളെ അപേക്ഷിച്ച് അതിന് ചുരുങ്ങാനോ വികസിക്കാനോ പറ്റും. ശ്വാസകോശത്തിനുള്ളിൽ മസിലുകളുണ്ട്, അതുപോലെ നീരുകൾ ഉണ്ടാക്കുന്ന ഗ്രന്ഥികളുണ്ട്. ഇതിനൊക്കെ ചുരുങ്ങാനും, അല്ലെങ്കിൽ ഈ ഗ്രന്ഥികൾ കാരണം അവിടെ സെക്രീഷൻസ്, അതായത് സ്രവങ്ങൾ കൂട്ടാനും, അതിന്റെ ഉൾഭാഗത്തെ വ്യാസം കുറയ്ക്കാനും, വീങ്ങിത്തടിച്ച് വ്യാസം കുറയ്ക്കാനും ശ്വസന നളികൾക്ക് പറ്റും. COPD അല്ലെങ്കിൽ ആസ്മ എന്നീ അസുഖങ്ങൾ സംഭവിക്കുന്നുണ്ടാണ്. ആസ്മയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും അലർജൻസുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകും. എന്തെങ്കിലും അലർജൻസ്, എന്തെങ്കിലും പൊടി, പൂമ്പൊടി, അങ്ങനെ നമ്മുടെ ബെഡിലുള്ള ചെള്ളുകൾ, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളായിട്ട് ആളുകൾക്ക് എന്തിനാണോ അലർജി ഉള്ളത് അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഗ്രന്ഥികളെല്ലാം ആക്ട് ചെയ്യും. അതിൽ നിന്ന് കുറെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് എന്ന് പറയുന്ന കെമിക്കൽസ് ഉണ്ട്. ഇത് റിലീസ് ചെയ്യുകയും ചെയ്യും. ഇത് പുറത്തു വരുന്നത് കൂടി മസിലുകൾ ചുരുങ്ങുകയും ഈ ശ്വസന നളികയുടെ വലിപ്പം കുറയുകയും ചെയ്യും. COPDയിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സാധാരണ പുകവലിയിൽ ഉണ്ടാകുന്ന പുക. ഈ പുക വരുന്ന സമയത്ത് ഈ പുക തട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഇറിറ്റേഷൻ വന്നിട്ട് ഇതേ പ്രവർത്തനം തന്നെ ഉണ്ടാവും. അതായത് മസിലുകൾ ചുരുങ്ങുകയും ഗ്രന്ഥികളിൽ നിന്ന് സ്രവങ്ങൾ കൂടുതലായിട്ട് വന്നിട്ട് ശ്വസന നളികളുടെ വലിപ്പം കുറയുകയും ചെയ്യും. വലിപ്പം കുറഞ്ഞ ശ്വസന നളികളിലൂടെ ശ്വാസം എടുക്കാനും പുറത്തു വിടാനും വേണ്ടി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതാണ് നമുക്ക് ശ്വാസം മുട്ടലായിട്ട് ഈ അസുഖങ്ങൾ വരുന്ന സമയത്ത് അനുഭവപ്പെടുന്നത്. ഇനി നമ്മൾ ചികിത്സയ്ക്ക് പണ്ട് ഉപയോഗിച്ചിരുന്ന രീതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന രീതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ മസിലുകളുടെ മസിലുകൾ കട്ടി കൂടുന്നതുകൊണ്ടാണ്. കട്ടി കൂടുതൽ മസിലുകൾ ചുരുങ്ങുന്നതുകൊണ്ടാണ്. മസിലുകൾ ചുരുങ്ങുന്നത് ലൂസാക്കി കൊടുക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇറിറ്റൻസിനോടോ അലർജൻസിനോടോ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിന്റെ ഭാഗമായിട്ട് വീക്കം വരാതിരിക്കാനോ അല്ലെങ്കിൽ മസിലുകൾ ചുരുങ്ങാതിരിക്കാനോ ഉള്ള മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ്. പണ്ട് നമ്മൾ അത് കൊടുത്തുകൊണ്ടിരുന്നത് സിസ്റ്റമിക് ആയിട്ടായിരുന്നു. അതായത് ഒന്നുകിൽ നമ്മൾ വായയിലൂടെ മരുന്നുകളായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷനുകളായിട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നം എന്താണ്? ഈ മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ കടക്കണമെങ്കിൽ ആദ്യം രക്തത്തിലെത്തണം. രക്തത്തിലെത്തിക്കഴിഞ്ഞാൽ ഇത് ബാക്കി എല്ലായിടത്തും എത്തും ശരീരത്തിൽ. അതിന്റെ കൂടെ ഒരു വളരെ ചെറിയ ഭാഗം മാത്രമേ ശ്വാസകോശത്തിൽ എത്തുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? മറ്റു ഭാഗങ്ങളിൽ ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാം. സാധാരണ ഉണ്ടാവുന്ന സൈഡ് എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മസിലുകൾ ലൂസ് ആവാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന സൈഡ് എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഞ്ചിടിപ്പ് ഉണ്ടാവാം, അതുപോലെ വിറയലുണ്ടാവും. അതാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന സൈഡ് എഫക്ട്സ്. അപ്പം ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ വലിക്കുന്ന മരുന്നുകൾ വഴി, അത് ഇൻഹേലേഴ്സ് വഴി കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണ് ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ എഫക്റ്റുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്? ഇൻഹേലേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഇൻഹേലറുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതുപോലെയുള്ള സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ കിട്ടും. ഇത് നമ്മൾ അടിക്കുന്ന സമയത്ത് ഒരു സ്പ്രേ വരികയും ഈ സ്പ്രേ ആണ് നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. ഈ വലിച്ചെടുക്കുന്ന സ്പ്രേ നേരെ നമ്മുടെ ഉള്ളിലെ ശ്വസന നളികകളിൽ പോയിട്ട് അവിടെയുള്ള മസിലുകളെ റിലാക്സേഷൻ, അതായത് മസിലിനെ ലൂസാക്കുകയും ശ്വാസനാളത്തിന്റെ വ്യാസം കൂട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് സുഖമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റും.
പിന്നെയുള്ള മരുന്നുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്നത് ഒന്ന് ഇൻഹേൽഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആണ്. സ്റ്റിറോയിഡ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ ഇതിൽ വളരെ 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 കുറഞ്ഞ ഡോസിൽ മാത്രമാണ് സ്റ്റിറോയിഡുകൾ അടങ്ങിയിരിക്കുന്നത്. സ്റ്റിറോയിഡുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻഫ്ലമേഷൻ, അതായത് ഈ കെമിക്കൽസിന്റെ റിലീസ് കുറച്ചിട്ട് ഈ മസിൽസിന്റെ ചുരുക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ വീണ്ടും ഈ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന തെറ്റിദ്ധാരണ? ഒന്ന്, ഇൻഹേലർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് അടിമയായിപ്പോൾ, അതായത് നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇൻഹേലർ ഉപയോഗിച്ചിട്ട് അതിന് അടിമയായി പോകുന്നു പറയുന്നത് ആസ്മ അല്ലെങ്കിൽ COPD എന്ന് പറയുന്ന അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രോണിക് ഡിസീസാണ്. ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ കുറെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ്. ആസ്മയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിയെ തന്നെ അസുഖം കുറഞ്ഞു പോകും. COPD എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുകയാണ്, പുകവലി നിർത്തുകയാണ്, പുകയടിക്കാനുള്ള സാധ്യതകൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ പരിപൂർണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്മയാണെങ്കിലും COPD ആണെങ്കിലും നമുക്ക് തുടർച്ചയായി മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഈ മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണോ അടിമത്തം ഉണ്ടാകുന്നത്? അല്ല. നമ്മൾ എന്തിനാണ് കണ്ണട വെക്കുന്നത്? കണ്ണട വെക്കുന്ന സമയത്ത് നമുക്ക് കാഴ്ച കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നു. അതേപോലെ ഇൻഹേലറുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ശ്വസിക്കാൻ പറ്റും. നമുക്ക് കണ്ണട വെക്കാതെയും നടക്കാം. കാഴ്ച ശക്തി കുറവുള്ള ആളുകൾ പണ്ടൊന്നും ആരും കണ്ണട ഉപയോഗിച്ചിരുന്നില്ല. കണ്ണട ഉപയോഗിക്കാതെ നമുക്ക് നടത്താം. അതിന്റെ പേരിൽ നമ്മൾ ആരും കണ്ണടയ്ക്ക് അടിമത്തമായി പോയി എന്ന് പറഞ്ഞിട്ട് കണ്ണട ഉപേക്ഷിക്കുന്നില്ല. നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ നമ്മളിപ്പോ എന്തെങ്കിലും ജോലിക്ക് പോകുന്ന ആളാണ്, അങ്ങനെയുള്ളവർക്കൊക്കെ അധ്വാനം ചെയ്യുന്ന സമയത്ത് ശ്വാസമുട്ടൽ കൂടുതലായിട്ട് വരാം. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തോ ചെയ്യേണ്ടി വരും? ഇൻഹേലറുകൾ ഉപയോഗിക്കേണ്ടി വരും. അതിന് ഇൻഹേലർ അടിമത്തം ഉണ്ട് എന്നല്ല പറയേണ്ടത്. ഇനി രണ്ടാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഹേലർ സൈഡ് എഫക്ട് കൂടുതലാണ്. ഇൻഹേലർ എന്ന് പറഞ്ഞാൽ അസുഖം മൂർച്ഛിച്ചു കഴിയുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ്. അതും ശരിയല്ല. ഇൻഹേലറുകൾക്ക് താരതമ്യേന സൈഡ് എഫക്റ്റുകൾ വളരെ കുറവാണ്. എന്താണ് കാരണം? നമുക്കിപ്പോൾ ഒരു മുറിവ് പറ്റി ശരീരത്തിൽ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പ്രിഫർ ചെയ്യുന്ന ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവിന്റെ മുകളിൽ എന്തെങ്കിലും ഓയിൻമെന്റ് തേക്കാനാണ്. അതുപോലെ തന്നെ ഇൻഹേലറുകൾ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നേരിട്ട് എവിടെയാണോ ആക്ഷൻ വരുന്നത്. നേരത്തെ നമ്മൾ മുറിവിന്റെ മുകളിലായിരുന്നു ഓയിൻമെന്റ് തേച്ചത്. എന്തുകൊണ്ടാണ്? അവിടെയാണ് ഇൻഫെക്ഷനോ പഴുപ്പോ വരാൻ സാധ്യത ഉള്ളത്. അത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ അത് വന്നാൽ അത് ചികിത്സിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ മരുന്ന് അപ്ലൈ ചെയ്യുന്നു, മരുന്ന് തേക്കുന്നു. അതേപോലെ ശ്വാസകോശത്തിലും ശ്വസന നളികകളിലും വരുന്ന അസുഖം കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ മരുന്ന് അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഇൻഹേലറുകളും ചെയ്യുന്നത്. പിന്നെ ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ അസുഖത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ്. കാരണം ഇൻഹേലറുകളിൽ നമുക്ക് അസുഖത്തിന്റെ ലക്ഷണം കുറയ്ക്കാനുള്ള മരുന്നുകളുമുണ്ട്, ഇനി അസുഖം കൂടാതിരിക്കാനുള്ള മരുന്നുകളുമുണ്ട്. തുടർച്ചയായി ഇൻഹേലറുകൾ ഉപയോഗിക്കാൻ പറഞ്ഞവരും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ അസുഖം ഈ അലർജൻസോ ആയിട്ടോ അല്ലെങ്കിൽ പുകയോ ആയിട്ടോ തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും കോണ്ടാക്ട് വന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഈ അസുഖം നമുക്ക് തിരിച്ച് നോർമൽ ആക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയും അപ്പോൾ ആ ഒരു അസുഖത്തിന്റെ ഒരു കിതപ്പോ അല്ലെങ്കിൽ ഒരു ബേസ് ലൈനായിട്ട് ഒരു ശ്വാസം മുട്ടോ ഉള്ള രീതിയിൽ നമുക്ക് ജീവിക്കേണ്ടി വരികയും ചെയ്യും. അടുത്ത സാധനമാണ് സ്റ്റിറോയിഡ്സ്. ഇൻഹേലറിൽ സ്റ്റിറോയിഡുകൾ അടങ്ങിയിരിക്കും. സ്റ്റിറോയിഡുകൾ ഇൻഹേലറുകൾ ഉണ്ട് എന്നുള്ളത്, പല ഇൻഹേലറുകളും സ്റ്റിറോയിഡുകൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ആസ്മ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് സ്റ്റിറോയിഡുകൾ എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ അത് വായയിലൂടെ കഴിച്ചിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് തുടർച്ചയായിട്ട്. അങ്ങനെയുള്ള സ്റ്റിറോയിഡുകൾ നമ്മൾ വളരെയധികം കാലം തുടർച്ചയായി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയേറെ അഡ്വേഴ്സ് എഫക്റ്റുകൾ, അതായത് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡുകൾ എന്ന് പറയുന്നത്, അതായത് ഇൻഹെയിൽഡ് മെഡിസിൻസിൽ ഇൻഹേലേഴ്സിൽ ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ് എന്ന് പറയുന്നതിന്റെ ഡോസ് വളരെ വളരെ കുറവാണ്. അതായത് അതിന് രക്തത്തിൽ കലരേണ്ട ആവശ്യമില്ല, മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നേരിട്ട് എവിടെയാണോ ആക്ട് ചെയ്യേണ്ടത് ആ സ്ഥലത്തേക്ക് മാത്രമാണ് മരുന്ന് കൊടുക്കുന്നത്. സ്വാഭാവികമായും വളരെ കുറഞ്ഞ ഡോസ് മാത്രം നമുക്ക് മതിയോ. പിന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത് വായയിൽ ഈ മരുന്ന് അടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചെറിയ രീതിയിൽ പൂപ്പൽ ബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി ഇൻഹേൽഡ് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വായ നന്നായിട്ട് കഴുകണം എന്ന് പറയും. ഇൻഹേലറുകളെ കുറിച്ച് ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്.
എന്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ എല്ലാം കമന്റുകളായിട്ട് എന്നെ അറിയിക്കും. നന്ദി.